ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സിസ്റ്റമാണ് മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്പാർക്ക് ഇഗ്നീഷൻ ഈസ് ദാറ്റ് യൂസിങ് എ മാഗ്നെറ്റോ. എന്താണ് പറയുന്നത്? മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ പ്രൈമറി സർക്യൂട്ടിന് ആവശ്യമായ കറണ്ട് നൽകുന്നത് ഒരു മാഗ്നെറ്റോ ആണ്. നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം പഠിച്ചപ്പോൾ നോക്കുകയുണ്ടായി, അതിലേക്ക് അത് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി നൽകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു. എന്നാൽ ഒരു മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ പ്രൈമറി സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള കറണ്ട് നൽകുന്നത് ഒരു മാഗ്നെറ്റോ ആണ്. നോക്കാം, അപ്പോൾ എന്താ നോക്കാം. മാഗ്നെറ്റോ സ്വയം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് തത്വം അനുസരിച്ചാണ്. ഒരു മാഗ്നെറ്റോ എങ്ങനെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തത്വം അനുസരിച്ചാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് തത്വം എന്ന് പറയുന്നത്? കാന്തിക ബലരേഖകളെ ഒരു ചാലകം വിച്ഛേദിക്കുമ്പോൾ ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു എന്നതാണ് എന്ത്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തത്വം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ മാർക്ക് ചെയ്യാം. ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ്, അതുപോലെ തന്നെ പ്രൈമറി കോയിൽ, ഇഗ്നീഷൻ സ്വിച്ച്, നേരത്തെ ബാറ്ററി കോയിലുള്ളതുപോലെ തന്നെ CB പോയിൻ്റ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻസർ കാണാൻ സാധിക്കും, ഡിസ്ട്രിബ്യൂട്ടർ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടൻസർ ഉണ്ട്. താഴെ എന്തുണ്ട്? ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ടുള്ള സ്പാർക്ക് പ്ലഗുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ അതേ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് പോലെ തന്നെയാണ്. ഇവിടെ ബാറ്ററിക്ക് പകരം ഇവിടെ എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എന്ത്? മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റവും ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു മാഗ്നെറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മാഗ്നെറ്റോ, ഹൗസിങ്, അതുപോലെ റോട്ടർ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിന് റോട്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഈ ആർമേച്ചർ കോയിലിനെയാണ്. ആർമേച്ചറിനെയാണ്. പിന്നെ അതുപോലെ നേരത്തെ കണ്ടൻസർ, കോണ്ടാക്ട് ബ്രേക്കർ, ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങിയവയൊക്കെയാണത് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, CB പോയിന്റ്, കണ്ടൻസർ എന്നിവ സ്റ്റേറ്ററിൽ ഘടിപ്പിക്കുന്നു. ഏതൊക്കെയാണ്? പ്രൈമറി വൈൻഡിങ്, അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെയുള്ള പ്രൈമറി വൈൻഡിങ്, കോണ്ടാക്ട് ബ്രേക്കർ ആയിട്ടുള്ള CB പോയിന്റ് എന്നറിയപ്പെടുന്ന കോണ്ടാക്ട് ബ്രേക്കർ, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടർ, കണ്ടൻസർ, ഇവിടെ താഴെയുള്ള കണ്ടൻസർ തുടങ്ങിയവ എവിടെയാണ് ഘടിപ്പിക്കുന്നത്? പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, CB പോയിന്റ്, അതുപോലെ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. ഇതെല്ലാം എവിടെയാണ് ഘടിപ്പിക്കുന്നത്? സ്റ്റേറ്ററിൽ ഘടിപ്പിക്കുന്നു. സ്റ്റേറ്ററിലാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം ഘടിപ്പിക്കുന്നത്. ഇതാണ് സ്റ്റേറ്ററിൻ്റെ ആ ഭാഗം വരുന്നത്. ഈ സ്റ്റേറ്ററിലാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഈ ഭാഗങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ലോ ടെൻഷൻ മാഗ്നെറ്റോ ആണെങ്കിൽ പ്രത്യേകം ഇഗ്നീഷൻ കോയിൽ ഉണ്ടായിരിക്കും. ഹൈ ടെൻഷൻ മാഗ്നെറ്റോ ആണെങ്കിൽ ഇഗ്നീഷൻ കോയിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. ക്യാം ഷാഫ്റ്റ് തിരിയുമ്പോൾ കാന്തം തിരിയുന്നതിൻ്റെ ഫലമായി കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്ററിലെ പ്രൈമറി ചുറ്റുകളിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഇത് പ്രൈമറി സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു. ഈ പ്രൈമറി സർക്യൂട്ടിനെ CB പോയിന്റ് വിച്ഛേദിക്കുമ്പോൾ സെക്കൻഡറി ചുറ്റുകളിൽ ഒരു ഉയർന്ന വോൾട്ടേജ് സംജാതമാവുകയും ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഹൈ ടെൻഷൻ കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സഹായത്താൽ ഹൈ ടെൻഷൻ കേബിളുകൾ വഴി സ്പാർക്ക് പ്ലഗിൽ കൃത്യമായ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൈ വീലുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റ്, ഈ റൗണ്ടിൽ ചെയ്തിട്ടുള്ള ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് എന്ത് ചെയ്യും? ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റ് റൗണ്ട് ചെയ്തുള്ള മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈമറി കോയിലിൽ, ഈ പ്രൈമറി ചുറ്റുകളിൽ ഒരു EMF ഉണ്ടാകും. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ പ്രൈമറി വൈൻഡിങ്ങിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ,
ഇത് പ്രൈമറി സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നതിന് കാരണമാകും. ഈ EMF ഉണ്ടാകുമ്പോൾ എന്താവും, ഈ പ്രൈമറി സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകും. ഇങ്ങനെ കറണ്ട് ഒഴുകുമ്പോൾ ഈ CB പോയിന്റ്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഈ CB പോയിന്റ് വിച്ഛേദിക്കും എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആവും. അങ്ങനെ ഇത് വിച്ഛേദിക്കുമ്പോൾ എന്തുണ്ടാവും, ഈ സെക്കൻഡറി കോയിൽ, ഇതാണ് സെക്കൻഡറി കോയിൽ, മേലത്തെ വശത്തുള്ളതാണ് സെക്കൻഡറി കോയിൽ. ഈ സെക്കൻഡറി കോയിൽ ഒരു ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഈ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് ഈ ഒരു ഹൈ ടെൻഷൻ കോഡ് വഴി ഡിസ്ട്രിബ്യൂട്ടറിലെത്തും. ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, അത് എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും കൃത്യമായിട്ട് എത്തിക്കും. അതാണ് ഒരു മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അതിൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ് എന്തിൽ വരുന്നത്, ഒരു മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിലും വരുന്നത്. ഇതിൽ മാറ്റം എന്ന് പറയുന്നത്, ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നത് ഒരു 12 വോൾട്ടേജിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടായിരുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിലോ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഇനീഷ്യൽ വൈദ്യുതി കൊടുക്കുന്നത്. അതാണ് എന്ത്, ഒരു മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റവും ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ബാക്കി എല്ലാ വർക്കിങ്ങും എന്താണ്, ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് സിസ്റ്റം റിക്വയർസ് ലെസ് മെയിൻ്റനൻസ് ആസ് കമ്പയർഡ് ടു ദ ബാറ്ററി ഇഗ്നീഷൻ സിസ്റ്റം. എന്താണ് പറയുന്നത്, ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിന് എന്താണ്, മെയിൻ്റനൻസ് കുറവാണ്. മെയിൻ്റനൻസ് പറഞ്ഞാൽ കേടുപാടുകൾ വരാനുള്ള സാധ്യതകൾ ബാറ്ററി കോയിലിനേക്കാൾ കുറവാണ് ആർക്ക്, മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തിന്. അതാണ് എന്ത്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, മെയിൻ്റനൻസ് കമ്പയർഡ് ടു ദ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം ഈസ് ലോ. ഓക്കെ, മെയിൻ്റനൻസ് എന്താണ്, കുറവാണ്. അടുത്ത പോയിന്റ് എന്താണ്, ദിസ് ഈസ് മോർ യൂസ്ഫുൾ ബിക്കോസ് നോ ബാറ്ററീസ് യൂസ്ഡ്. എന്താണ്, ഇതിൽ ബാറ്ററി അല്ല ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ, ഇതിലെന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, മാഗ്നറ്റോ വെച്ചിട്ടാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ്. ഇതിന് സ്ഥിതി ചെയ്യാൻ കുറച്ച് സ്ഥലം മതി. ഇത് ചെറിയ ഒരു സ്ട്രക്ചറായ കാരണം ഇതിന് കുറച്ച് സ്ഥലം മതി. മറ്റേതിൽ ബാറ്ററി ഒക്കെ വരുന്ന കാലം ഒരു വലിയ സ്പേസ് തന്നെ ആവശ്യമാണ്. അടുത്ത പോയിന്റ് നോക്കാം, ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ജനറേറ്റഡ് ബൈ ദ മാഗ്നറ്റോ. നമുക്കറിയാം അല്ലേ, ഇതിൽ ഇലക്ട്രിക് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റോ വെച്ചിട്ടാണ്. നോ ബാറ്ററി ഈസ് നീഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് എന്ത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം അപേക്ഷിച്ചിട്ട് മാഗ്നറ്റോ കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റം എന്തൊക്കെ നോക്കാം. ഡ്യൂറിങ് സ്റ്റാർട്ടിങ് ദ ക്വാളിറ്റി ഓഫ് സ്പാർക്ക് ഈസ് പുവർ ഡ്യൂ ടു ലോ സ്പീഡ്. എന്താ പറയുന്നത്, സ്റ്റാർട്ടിങ് സമയത്ത് ഈ സ്പാർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പുവറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പാർക്ക് വളരെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, ഡ്യൂ ടു ലോ സ്പീഡ്. കാരണം ക്യാം ഷാഫ്റ്റ് എന്നുള്ള സ്പീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, ദിസ് ഈസ് ലിറ്റിൽ എക്സ്പെൻസീവ് ആസ് കമ്പയർഡ് ടു അനദർ ഇഗ്നീഷൻ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം പോലല്ല ഈ മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രോബ്ലംസ്, ഒരു ഇഗ്നീഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലമാണ് നോ സ്പാർക്ക് ഔട്ട് ഓഫ് ദ കോയിൽ. എന്താണ്, കോയിലിൽ സ്പാർക്ക് ഉണ്ടാവാതിരിക്കുക, അതാണ് ആദ്യത്തെ പ്രോബ്ലം. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, പോസിബിൾ ഓപ്പൺ ഇൻ ദ ഇഗ്നീഷൻ സ്വിച്ച് സർക്യൂട്ട്, പോസിബിൾ ഡിഫക്റ്റീവ് ഇഗ്നീഷൻ മൊഡ്യൂൾ, പോസിബിൾ ഷോർട്ടഡ് കണ്ടൻസർ. ഇതൊക്കെയാണ് അല്ലേ, ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ തകരാറോ അല്ലെങ്കിൽ മൊഡ്യൂളിൻ്റെ തകരാറോ അല്ലെങ്കിൽ കണ്ടൻസർ ഷോർട്ടാവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുണ്ടാവുക. അപ്പോൾ അവിടെ എന്താണ്, കണ്ടൻസറും ഇഗ്നീഷൻ സ്വിച്ചൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രബിൾ ഷൂട്ടിങ് മാറ്റാൻ സാധിക്കും. അടുത്തൊരു പ്രോബ്ലമാണ് വീക്ക് സ്പാർക്ക് ഔട്ട് ഓഫ് ദ കോയിൽ. സ്പാർക്കിന് ഒരു ബലമില്ല, ശക്തിയില്ല എന്ന് പറയില്ല, വീക്കായിട്ടുള്ള സ്പാർക്ക്. അതിനെന്തൊക്കെയാണ്, പോസിബിൾ ഹൈ റെസിസ്റ്റൻസ് കോയിൽ വയർ ഓർ സ്പാർക്ക് പ്ലഗ് വയർ. ഒരു ഹൈ റെസിസ്റ്റൻസ് കോയിൽ വയറോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് വയറോ യൂസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടർ ഓർ മൊഡ്യൂൾ ആൻഡ് ദ എൻജിൻ ബ്ലോക്ക്. അടുത്ത ഒരു പ്രോബ്ലമാണ് എൻജിൻ മിസ്സിംഗ് എന്ന് പറയുന്നത്. എൻജിൻ മിസ്സിംഗ്, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, പ്രധാനമായിട്ടും ഒരു സ്പാർക്ക് പ്ലഗിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോബ്ലമാണ് നോ സ്പാർക്ക് ഔട്ട് ഓഫ് ദ കോയിൽ.
കോയിൽ കൃത്യമായിട്ട് സ്പാർക്ക് ഉണ്ടാവാതിരിക്കുക. അതുപോലെ വീക്ക് സ്പാർക്ക്, ഉണ്ടാകുന്ന സ്പാർക്കിന് ശക്തി കുറഞ്ഞിരിക്കുക. എൻജിന് മിസ്സിങ് ആവാനുള്ള ചാൻസ്. ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മാഗ്നറ്റോ ഇഗ്നീഷൻ കോയിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മാഗ്നറ്റോ ഇഗ്നീഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ എഞ്ചിനിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തിൽ സിലിണ്ടറിൽ സ്പാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇഗ്നീഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഗ്നീഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ 2 കറക്കത്തിലും, 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരൊറ്റ കറക്കത്തിലുമാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫയറിംഗ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1, 3, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1, 3, 4, 2 ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ.